സ്റ്റാർട്ടാവോ? പാവങ്ങൾ വിലങ്ങും തന്നെയാണ്. ഉണ്ടോ ഈ വണ്ടി എങ്ങനെ പോണെന്നുള്ളത് ഉണ്ടോ? ഇങ്ങനെയാണ് നമ്മളെ വണ്ടി പോണത്. അവന്മാർക്ക് ഫുള്ള് കളി. ഹലോ ഗായ്സ്, വീണ്ടും നല്ല മുടിഞ്ഞൊരു മഴ എത്തുകയായി. നമ്മളെ വീടും പരിസരമൊക്കെ വീണ്ടും വെള്ളത്തിലായി. ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ, ഒന്ന് കഴിഞ്ഞപ്പോഴേക്കൊന്ന്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡഗുപ്പാൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്. വീട്ടിലുള്ള സാധനങ്ങൾ മതിയാവുമോ എന്നറിയില്ല. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് മേടിച്ച് സ്റ്റോക്ക് ചെയ്യണം. കാരണം ഇതുപോലെയൊക്കെയാണ് മഴയെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റില്ല. അത് കണ്ടോ, ഇതിപ്പോൾ റോഡിൽ വരെ വെള്ളമായി. ബാക്ക് സൈഡൊക്കെ നോക്കിയേ, അവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ നടന്ന് വരുന്നുണ്ട്. കാണുന്നുണ്ടോ? കംപ്ലീറ്റ് വെള്ളമാണ്. ഈ വീടിൻ്റെ ഒക്കെ സ്ഥിതി നോക്കിയേ, ഇത്രയും വെള്ളം. ഈ ചെറുക്കന് ഇതിലേക്ക് ഇറങ്ങാൻ പോവാ. എൻ്റെ അമ്മേ, അതിപ്പോൾ തകുപ്പാനിൽ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം. അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ പോവല്ലേ? എന്തൊരു ആത്മാർത്ഥത. പെരും മഴയത്ത് അവന്മാരെന്താ കോൺക്രീറ്റിൻ്റെ പണി എടുക്കണം. അങ്ങനെ നടന്ന് നമ്മളിപ്പോൾ മെയിൻ റോഡിലേക്ക് എത്തുകയാണ്. കണ്ടോ, അവിടെയൊക്കെ ഫുള്ള് വെള്ളത്തിലായി. ബക്കേവസം കണ്ടോ, വെൽക്കം ടു ബക്കേവസം. ജീപ്പിനെയൊക്കെ കയറ്റിയിട്ടുണ്ടല്ലോ. എന്ത് വണ്ടിയിലാണ് പോവാന്നൊന്നും എനിക്കറിയില്ല. കിട്ടുന്ന വണ്ടിയിൽ ഡഗുപ്പാലിലേക്ക് പോവാം. വെള്ളം നല്ലോണം കൂടി. ഇത് റെസ്ക്യൂവിൻ്റെ വണ്ടിയാന്ന് തോന്നുന്നുണ്ട്. വണ്ടിയൊക്കെ വന്ന് നടക്കുന്നുണ്ട്. പോവാൻ ഇനിയിപ്പോൾ ഈ വണ്ടിയാണ്. ഇതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ഈ വണ്ടിയുള്ളൂ ഇനി പോവാൻ. ഈ സാധനം ഇറങ്ങി, ഈ സാധനം വെള്ളത്തിൽ കൂടെ പോകണം. ഇങ്ങനെ പോകണം. ഇവിടെ അടുത്തം വന്ന ഇരിപ്പുണ്ടല്ലോ. അവൻ പോവാന്നറിയില്ല. നീ വണ്ടിയിൽ വേണം പോവാൻ, ഇങ്ങോട്ട് പോവാണെങ്കിൽ തന്നെ. ആയിക്കോട്ടെ. ജീപ്പിനിക്ക് യാതൊരു പ്രശ്നമില്ല. ജീപ്പിന് പോകുന്നുണ്ടല്ലോ. ഇങ്ങനെ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന്. സ്റ്റാർട്ടാവോ? Kupen. അപ്പോ ഈ വണ്ടി പോവും. ഇതിൽ തന്നെ കയറാം. ഇരിപ്പൊക്കെ രസമാണ്. ഓരോ മടങ്ങുള്ളല്ലോ. ഒരാൾ കുടുങ്ങി തോന്നുന്നുണ്ട്. ഇങ്ങനത്തെ വണ്ടിയിൽ ആരും യാത്ര ചെയ്തിട്ടില്ലല്ലോ. അടുത്ത ആളെ കയറ്റാണ്.
പോകണം അതേ ഫീലിങ്സ്. ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ്, KGMR ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ മതി, പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അവിടെയൊക്കെ ക്ലോസ് ചെയ്തു. എന്റെ പൊന്നോ, വെള്ളം ഈ ലെവലിലായി തോന്നുന്നു. വണ്ടിയിൽ ഈ ലെവലില് വെള്ളം നല്ല ശരിക്ക് പണി കിട്ടുന്ന തോന്നുന്നു കേട്ടോ. ആൾക്കാർ നടന്നു പോണതിന്റെ എത്ര ലെവലില് വെള്ളം ഉണ്ടെന്ന് നോക്കി. മാള് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാളാണ് ഇവിടെ കൂടുതൽ. അതൊരു മാളാണ്, ഇതൊരു മാളാണ്. ഇതിന്റെയൊക്കെ എത്ര ലെവലില് വെള്ളം കയറി നോക്കി. പാവങ്ങൾ ദുരന്തം തന്നെ ഉണ്ടോ. ഈ വണ്ടി എങ്ങനെ പോണോ? ഇങ്ങനെയാണ് നമ്മളെ വണ്ടി പോണത്. എന്റെ ഫോണ് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു അതാണ്. ആരൊക്കെ മുങ്ങി. ഇപ്പൊ ശരിക്ക് ബോട്ടായി വണ്ടി, ശരിക്ക് ബോട്ട്. അവന്മാർക്ക് ഫുള്ള് കളി. പെട്രോൾ പമ്പിന്റെ ഒക്കെ ശരിയാക്കി അവരൊക്കെ ഇനി എന്നാണ് ഓക്കെ ആക്കി വരിക. അടുത്ത മഴയൊന്നും വരുന്നുണ്ട്. അവന്റെ അത്ര ഹൈറ്റ് വെള്ളമുണ്ട്. ഈ പ്രോപ്പർട്ടി പുറത്തേ വെക്കേണ്ടി വരും. ഇങ്ങനെയാണ് എന്താ ചെയ്യുക, വെള്ളം കയറി കഴിഞ്ഞാൽ. ഇത് ഇവിടുത്തെ ബസ് ടെർമിനലാണ്, വിക്ടോറിയ ലൈനൊന്നല്ല ബസ് ടെർമിനൽ. വെള്ളം കയറി. ബസ് സർവീസ് ഒക്കെ നിർത്തി വെച്ചാണ് തോന്നുന്നത്. ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഒരു ചെറിയ കാര്യം.
വെള്ളപ്പൊക്കം കഴിഞ്ഞു. ഇവരൊക്കെ പോകാൻ വേണ്ടി തയ്യാറെടുക്കുക. അവിടെ വരെയുള്ളതാണ്. Until here only. എന്തൊക്കെ തരം വണ്ടികളാണ് നോക്കിയത്. ഇങ്ങനൊരു വണ്ടി, അത് കഴിഞ്ഞ് ഇങ്ങനൊരു വണ്ടി, അത് കഴിഞ്ഞ് ഇങ്ങനൊരു വണ്ടി. ഇതൊക്കെ ഈ വെള്ളത്തിന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന വണ്ടികളാണ്. ആൾക്കാർ ബുദ്ധിമുട്ടാണ് ചുരുക്കം പറഞ്ഞത്. നല്ല ശരിക്ക് ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാം, ഇവിടുന്ന് നടക്കണം. ഇവിടുന്ന് നടന്ന് മാർക്കറ്റിലെത്തണം. മാർക്കറ്റിൽ ഇനി എന്തോരം പോകാൻ നടക്കും. ഇനി സാധനങ്ങൾ വാങ്ങിച്ച് മീനും ചോറും കറിയൊക്കെ എപ്പം ഉണ്ടാക്കി തിന്നാനാ ആർക്കറിയാം. പോവന്നെ, വേറെ രക്ഷയൊന്നുമില്ല. അപ്പൊ തിരിച്ചും ഇതേപോലെ നടക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ ജീപ്പിനൊക്കെ ഏത് വഴിക്കായിരിക്കില്ല പോണത്? ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് ടെർമിനൽ. നീ കണ്ടോ? 5 സ്റ്റാർ, അതേപോലെ നോർത്ത് അല്ല എന്താണ്, സൗത്ത് നോർത്താണ്, സോളിഡ് നോർത്ത്, സോളിഡ് നോർത്ത് പങ്കസിനാൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഈ സ്ഥലത്തു നിന്നാണ് നമുക്ക് എല്ലാ സ്ഥലത്തേക്കുള്ള ബസ് കിട്ടുക. പിന്നെ നമ്മളിപ്പോൾ ഒരു വിക്ടറി ലൈനർ ഞാൻ കാണിച്ചിരുന്നില്ല, അവിടെ ഒരു ബസ് ടെർമിനൽ, അവിടുന്നും ബസ് കിട്ടും. അത് ബഡാ കമ്പനിയാണ്. ഇത് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇവിടെ നോർത്ത് സോളിഡ് നോർത്ത്. എപ്പോഴും എന്നോട് തെറ്റിപ്പോവും. ഈ അവനിത എന്ന് പറഞ്ഞ ബസ് ഉണ്ടോ, ഈ ബസ്സിലാണ് നമുക്ക് എമിഗ്രേഷനിൽ, മനിലയിൽ പോയാൽ എമിഗ്രേഷൻ്റെ അവിടെ പോയി ഇറങ്ങാനൊക്കെ സുഖത്താണ്. നമ്മൾ നടന്ന് നമ്മളിപ്പോൾ പന്തൽ നദിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതാണ് പന്തൽ നദി, തകുപ്പാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ചരിത്രപരമായിട്ടൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ളൊരു നദിയാണ്. ഇത് നല്ല ശരിക്കിപ്പോൾ കണ്ടോ, നല്ലോണം നിറഞ്ഞൊഴുകുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു മർച്ചൻ്റ് മറൈൻ അക്കാദമി ഒക്കെ നടക്കുന്നുണ്ട്, കുട്ടികൾ പഠിക്കണ. ഇതൊരു യൂണിവേഴ്സിറ്റി ഒക്കെയാണ്. അടുത്ത മഴ വന്ന് കണ്ടോ, അവിടെ അപ്പുറത്തെ പാലത്തിലൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഇവിടെ നല്ല മഴയാണ്. അപ്പൊ ഈ നദിയില്ലേ, ഇത് നിറഞ്ഞൊഴുകിയതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കയറാനുള്ള കാരണം. ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കയറാനുള്ള കാരണം. ഈ നദി നല്ല കരകവിഞ്ഞ് ഒഴുകുന്നതുകൊണ്ടാണ്. അവിടെ സൈഡിൽ ഇപ്പം മറ്റേ എന്താണ്, സൈഡൊക്കെ കെട്ടുന്നുണ്ട്, പക്ഷെ അതൊന്നും പൂർത്തിയായിട്ടില്ല. പൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി വീട്ടിലേക്കൊക്കെ വെള്ളം കയറുമെന്ന് എനിക്കറിയില്ല, ആ ഭാഗത്തേക്കൊക്കെ, ബക്കയോസറിലേക്കൊക്കെ. അപ്പോൾ അത് കംപ്ലീറ്റ് പൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്നാലും നോക്കാം. ഈ നസ്രത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ജനറൽ ഹോസ്പിറ്റലാണ്. ഇതും പ്രൈവറ്റാണ്, ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ്. ചില സമയത്തൊക്കെ ചെറിയ കുട്ടികളെയും കൊണ്ടിട്ട് ഈ ട്രൈസൈക്കിളിൽ ഹോൺ അടിച്ചുകൊണ്ട് ഇങ്ങനെ വളരെ ഫാസ്റ്റിൽ പോകുന്നതാണ്. എന്തൊക്കെയോ പറ്റിയിട്ട് ഈ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോവുക. മിക്ക സമയത്തും ഞാൻ എന്തെങ്കിലും ഫുഡ് ഡെലിവറി ഒക്കെ കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ കാണും. കഷ്ടം തോന്നും ഇവരുടെ കാര്യം. ഹോസ്പിറ്റലിൻ്റെ കാര്യം ഫിലിപ്പീൻസിൽ വളരെ മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഒന്നും പറ്റാതെ ഇരിക്കാന്നുള്ളൂ. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒന്നും പറ്റാതെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് നടക്കുക. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ഇവിടുത്തെ കാര്യം അപ്പോൾ നമ്മൾ നടന്ന് ഡഗുപ്പാൻ്റെ മാർക്കറ്റിൻ്റെ മറുവശത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ടില്ലേ, നല്ല ശരിക്ക് മഴ പെയ്തതിനെ കൊണ്ട് വെള്ളം കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതിലൊന്നും വണ്ടി വിടുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ആ മറ്റേ വണ്ടിക്കാരൻ നമ്മളെ ടെർമിനലിൻ്റെ അവിടെ വിട്ടിട്ട് പോകുന്നത്. വെറുതെ അല്ല, ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ പോണ വഴിയാണ്. പക്ഷെ ഇവിടെ ഒന്നും അങ്ങോട്ടേക്കൊന്നും പോകാൻ യാതൊരു ഒഴിവില്ല.
വെള്ളത്തിൽ കിടക്കുകയാണ്, വെറുതെ അല്ല. അപ്പൊ നമുക്ക് വേറെ വഴി പിടിക്കാം. നടന്നു പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇവിടുത്തെ ഈ ഡിസ്ട്രോ എന്ന് പറയുന്ന കമ്പനി മോട്ടോഴ്സിന്റെ ബൈക്കാണ്. നല്ല അടിപൊളി. ഈ ഫോട്ടോയില് കാണുന്ന തരത്തിലുള്ള വണ്ടികളാണ്, നല്ല കിടിലം ബൈക്കുകളാണ് അവിടെ ഉള്ളത്. നമ്മളിപ്പോ നടന്നേ ഏകദേശം മാർക്കറ്റ് എത്താറായിട്ടുണ്ട്. അവിടെ കുറച്ച് കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ഇനിയും കുറെ കടകളൊക്കെ തുറക്കാനും. നമ്മളെന്തായാലും ഒന്ന് ഷോപ്പും തുറന്നിട്ടുണ്ട്. സ്ഥലമൊക്കെ എല്ലാവർക്കും ഓർമ്മയില്ലേ? രാത്രി പികാറ് വിൽക്കണ അതേ സ്ട്രീറ്റാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ സ്ഥലത്ത് വെള്ളം കയറി ഇങ്ങോട്ടാണ്. ആ വെള്ളം കയറിയിട്ട് മോട്ടർ അടിച്ച് പുറത്തേക്ക് കളയുക. ഇവിടെ മുതലേ വെള്ള. എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി ദൈവമേ. ഇവിടുത്തെ കത്തി മൂർച്ച വെക്കുന്ന ആളാണ്. വെള്ളത്തിൽ ഇരുന്ന് ഓരോരുത്തർ കച്ചവടം ചെയ്യുകയാണ്. Thank you, nice. Thank you. I love you. നല്ലൊരു പണി കിട്ടി. അതാണ് മുഖമൊക്കെ മാറിപ്പോയി. എന്താണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് പിന്നീട് ഒരിക്കലൊരു വീഡിയോയിൽ ഞാൻ പറയാം. പിന്നെ ദേഹോപദ്രവം ഒന്നല്ല, ബിസിനസ് പരമായിട്ടുള്ളൊരു കാര്യമാണ്. നല്ല വെള്ളം കയറിയിട്ട് നല്ലൊരു പണി നമ്മളെ ഷോപ്പിനും കാര്യങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണുള്ളത് പിന്നീട് വേറൊരു വീഡിയോയിൽ പറയാം. എന്തായാലും പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എല്ലാം കുറച്ച് മീനും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. ഇനി ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നും നാളെ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. ഇതേപോലെയാണ് വെള്ളം സ്ഥിതിയെങ്കിൽ നാളെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതാണ് എല്ലാം മേടിച്ചു വെച്ചത്. കണ്ട റോഡിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ? ഈ റോഡും അപ്പുറത്തെ റോഡും ഒക്കെ വെള്ളത്തിലാണ്. അപ്പോൾ എന്താന്നൊക്കെ ഉള്ളത് വഴിയ ദിവസങ്ങളിൽ നോക്കാം. അത്രയൊക്കെ ഉള്ളൂ.
അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും, നമ്മളും ഹാപ്പി ആയിട്ടിരിക്കണു. വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ആൾക്കാരൊക്കെ എന്നെ നോക്കണം, അതാണ് ഒരു ചമ്മൽ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇതൊക്കെയാണ് തക്കുപ്പാല വിശേഷങ്ങൾ. സബ്സ്ക്രൈബ് ചെയ്യണം. അത്രേ ഉള്ളൂ. താങ്ക് യു. ബൈ.